നമസ്കാരം. മുല്ലപ്പെരിയാർ ഒരു വിഷയമേ അല്ലാതായിരിക്കുന്നു ഇപ്പോൾ. അഥവാ മാധ്യമങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അത് ഒരു തരത്തിലും ഗൗരവത്തിലെടുക്കുവാനോ അഥവാ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാർത്തകൾ വരുമ്പോൾ അതിനെ ഗൗരവപൂർവ്വം സമീപിക്കാനോ ജനങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് മുല്ലപ്പെരിയാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 124 വർഷത്തെ പഴക്കമുള്ള ഒരു കരാർ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള തർക്കം കാരണം ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങാൻ കഴിയാതെ രണ്ട് സംസ്ഥാന സർക്കാരുകളും വിഷമിക്കുന്നു. അഥവാ രണ്ട് സംസ്ഥാന സർക്കാരുകളും ഇക്കാര്യത്തിൽ കളിക്കുന്നു. എന്നാൽ കേരളത്തിലെ ഏതാണ്ട് 3 ജില്ലയിലെ 35 ലക്ഷം ആളുകളുടെ ജീവന് ഭീഷണിയായി ഇപ്പോഴും 124 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അവിടെ കേരളീയന്റെ തലയിൽ ഒരു ജലബോംബ് പോലെ ഏത് സമയവും പൊട്ടാവുന്ന തരത്തിൽ ടൈം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു ജലബോംബ് പോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടുമ്പോൾ കേരളത്തിലുള്ള 3 ജില്ലകളിലുള്ള 35 ലക്ഷം ആളുകളുടെ ജീവന് മേൽ തന്നെയാണ് ഈ ടൈം ബോംബ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ജലബോംബ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണാനുള്ള ഇച്ഛാശക്തി ഇല്ലാതെ പോയതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള സമരസമിതികളും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഉയർന്നു വരികയുണ്ടായി. സേവ് മുല്ലപ്പെരിയാർ, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി എന്നിങ്ങനെയുള്ള നിരവധി സമിതികളാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ രൂപം കണ്ടിട്ടുള്ളത്. ഇതിൽ കൊച്ചി വൈപ്പിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി എന്ന ഒരു സമിതി ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതുപോലെ MP-മാർക്കും MLA-മാർക്കും മന്ത്രിമാർക്കുമെല്ലാം ഒരു കത്തയക്കുകയുണ്ട്. അതായത് മുല്ലപ്പെരിയാറിന്റെ 100 മീറ്ററോ 50 മീറ്ററോ അകലത്തിൽ നിന്നും വലിയ ടണൽ ഉണ്ടാക്കി ഈ ടണൽ മാർഗം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോവുകയും ഈ വെള്ളം കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ഏതെങ്കിലും സംഭരണികളിൽ ശേഖരിച്ചു വയ്ക്കുകയും തമിഴ്നാട്ടിലെ തേനീക്കമ്പം എന്ന ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്ക് ആ വെള്ളം ഉപയോഗിക്കുകയും പകരം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കുറച്ച് ടണൽ മാർഗം വെള്ളം മറ്റ് സംസ്ഥാനത്തിലേക്ക്, അതായത് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് കുറച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഭീഷണിയും അകറ്റാൻ സാധിക്കും. അതായത് മുൻ ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞതുപോലെ കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വൈപ്പിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി ഇത്തരത്തിൽ ഒരു ആവശ്യമായി കേന്ദ്ര ജലവിഭവ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കുമെല്ലാം കത്തയച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ജലവിഭവ മന്ത്രാലയം മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി അയച്ച കത്തിന് ഒരു മറുപടി അയച്ചിരിക്കുന്നു. നിങ്ങൾ അയച്ച കത്ത് കിട്ടി, ഈ കത്ത് പ്രകാരം ഞങ്ങൾ ചിലതെല്ലാം ചെയ്യാം. അതായത് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് ചർച്ചയിലെത്തി സമവായത്തിലെത്തുകയാണെങ്കിൽ ഈ ടണൽ, നിങ്ങൾ പറഞ്ഞതുപോലുള്ള ടണൽ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക വിദ്യയും ചെലവുകളും കേന്ദ്ര സർക്കാർ വഹിക്കാം. കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൻ്റെ കത്താണ് വൈപ്പിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതിക്ക് ലഭിച്ചത് എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ സുപ്രധാനമായ ഒരു രേഖയാണ്, കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൻ്റെ ഒരു സുപ്രധാന രേഖയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ, അതായത് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് ഇത്തരത്തിലൊരു സമവായം രൂപപ്പെടുത്തുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലെ തേനീക്കമ്പം ജില്ലകൾക്ക് വെള്ളവും കിട്ടും. മുല്ലപ്പെരിയാറിലെ ജലം അങ്ങോട്ട് ടണൽ മാർഗം കൊണ്ടുപോകുന്നതിനാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുകയും സുരക്ഷാ ഭീഷണി ഒഴിവാക്കി ജലം സംഭരിച്ചു നിർത്താൻ സാധിക്കും എന്നതിനാൽ കേരളത്തിലെ 3 ജില്ലകളിലെ 35 ലക്ഷം പേരുടെ ജീവൻ സുരക്ഷയ്ക്കും അതൊരു പരിഹാരമായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി എടുത്തു കാണിക്കുന്നത്. ഇതിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉറപ്പാണ്, രേഖ കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതിയുടെ വലിയ നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു കാണിക്കേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ മുൻകാലങ്ങളിലേതെന്നുപോലെ തന്നെ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഇടം തിരിഞ്ഞു നിൽക്കുമോ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയം ഒരു കീറാമുട്ടിയായി ഒരിക്കലും പരിഹരിക്കാനാവാത്തൊരു പ്രശ്നമായി നിലനിർത്തുവാനുള്ള ഏതൊക്കെയോ രാഷ്ട്രീയക്കാരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും ഇത് പരിഹരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതറിയില്ല. ഈ വിഷയം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമായ ശാശ്വതമായ ഒരു മാർഗം തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേന്ദ്ര ജലവിഭവ മന്ത്രാലയം അത് അംഗീകരിച്ചുകൊണ്ട് ഈ ടണൽ നിർമ്മിക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യയും അതിൻ്റെ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കാം എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കേരളത്തിലെ 35 ലക്ഷം ജനങ്ങളുടെ ജീവസുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുമായി ഈ വിഷയം സംസാരിക്കും. എന്തായാലും ഇന്ന്
അതായത് ഡിസംബർ 12-ാം തീയതി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും വൈക്കത്തുണ്ട്. പെരിയാർ അനുസ്മരണ സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരളത്തിലെത്തിയിരിക്കുന്നത്. ഈ വൈക്കത്ത് വെച്ച് അല്ലെങ്കിൽ അതിനുശേഷം ഈ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് സംസ്ഥാന മുഖ്യമന്ത്രി സ്റ്റാലിനും തമ്മിൽ സംസാരിച്ച് കേന്ദ്ര ജലവിഭവ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ, കേരളത്തിലെ മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ മുല്ലപ്പെരിയാറിൽ നിന്നും ടണൽ മാർഗം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാം. തമിഴ്നാടിൻ്റെ കൃഷി ആവശ്യങ്ങൾക്കായി, തേനി, കമ്പം ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്കായി ആ ജലം ഉപയോഗിക്കാം. ടണൽ മാർഗം ജലനിരപ്പ് കുറച്ച് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് വഴി കേരളത്തിലെ 3 ജില്ലകളിൽ 35 ലക്ഷം പേരുടെ ജീവൻ സുരക്ഷയ്ക്കും അത് ആക്കം പകരാം. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷാ ഭീഷണി ഒഴിവാക്കാൻ സാധിക്കും ഇതുമൂലം. അതുപോലെ തമിഴ്നാടിന് വെള്ളവും കൊടുക്കാൻ സാധിക്കും. 2 മുഖ്യമന്ത്രിമാരും ഒരുമിച്ചിരുന്ന് ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിൽ ശ്രമിച്ചാൽ ഈ ഒരു വിഷയം പരിഹരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി പറയുന്നത്. ഇത് തന്നെയാണ് കേന്ദ്ര ജലവിഭവ മന്ത്രാലയവും പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രായോഗികമായി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.